ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത തോമസ് ആണ്. അപ്പോൾ നമ്മൾ ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്തൊക്കെയായിരുന്നു ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു മെയിൻ ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇത് വന്നിട്ടത്. എന്താണ് എന്ന് നോക്കാം അല്ലേ. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ. നമുക്ക് രണ്ട് രീതിയിലുള്ള എക്സസൈസുകൾ ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഡെസിമൽ ഫോമിൽ തന്നതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റാനും, അതുപോലെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഫ്രാക്ഷൻ തന്നതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാനായിരുന്നു അല്ലേ. ചുവടെയുള്ള ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ദശാംശ രൂപം ഡെസിമൽ ഫോം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതി നോക്കാം അല്ലേ. അപ്പൊ മക്കളെ, നിങ്ങൾ എല്ലാവരും കാണുന്ന പോലെ തന്നെ 51 ഡിവൈഡഡ് ബൈ 10. ഇതിനൊരു എളുപ്പ വഴി മിസ് ഏത് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലൈവ് കണ്ടവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഒരു എക്സസൈസ് ആണ്. അപ്പൊ എന്താണെന്ന് നോക്കാം അല്ലേ. 51 ഡിവൈഡഡ് ബൈ 10. മക്കളെ, ഇവിടെ ഹരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 10 കൊണ്ടാണ്. 10 എന്ന് പറയുമ്പോൾ ഒരൊറ്റ പൂജ്യമേ ഉള്ളൂ അല്ലേ. എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ഇവിടെ നിന്ന് ഒരൊറ്റ പൂജ്യം, ഒരു ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ടേക്ക് നീക്കിയാൽ മതി, നമ്മുടെ ആൻസർ ആയി. അതായത് 51 നമ്മൾ അതേപോലെ എഴുതുന്നു. ഈ ബൈ 10 ഇല്ലേ, ഇതിലൊറ്റ പൂജ്യം ഇല്ലേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇങ്ങോട്ടേക്ക് നീക്കുന്നു. അപ്പൊ 5.1 എന്ന ആൻസർ കിട്ടും. അങ്ങനെയെങ്കിൽ 513യോ, 513നെ നമ്മൾ എന്താ ചെയ്യുക, 513 നമ്മളിതാ അതേപോലെ എഴുതി വെച്ചു. ഡിവൈഡഡ് ബൈ 10 ആണ് അല്ലേ. അപ്പൊ ബൈ 10 വരുമ്പോൾ ഒരൊറ്റ ഡെസിമൽ പ്ലേസ് നീക്കിയാൽ മതി. ഇതാ ഇവിടെ നമ്മുടെ പോയിന്റ് വരും, 51.3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈസി അല്ലേ. അങ്ങനെയെങ്കിൽ 513 ബൈ 100. 100 എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം ഉണ്ടടാ? 2 പൂജ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിൽ അല്ലേ. 2 പൂജ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 ഡെസിമൽ പ്ലേസ് നീക്കിയാൽ മതി. ഇവിടെ 1, ഇവിടെ 2. ആദ്യത്തെ ഡെസിമൽ പ്ലേസ് നീക്കുകയാണെങ്കിൽ എവിടെ വരും? പോയിന്റ് ഇവിടെ ആയിരിക്കും പോയിന്റ് വരാം. അടുത്തതും കൂടെ നീക്കിയ പോയിന്റ് എവിടെ വരും? ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരിക. സോ 5.13 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, ഈസി അല്ലേ. അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 513 ഡിവൈഡഡ് ബൈ 1000. 1000 അല്ലേ. 1000 എന്ന് പറയുമ്പോൾ 3 പൂജ്യങ്ങളാണ്, 3 zeros ആണുള്ളത്. 3 ഡെസിമൽ പ്ലേസ് നമ്മൾ നീക്കുകയാണെങ്കിലോ 1, 2 and 3 ഇവിടെ വരും അല്ലേ. അപ്പൊ എത്രയാ കിട്ടുക? 0.513 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കേ, 5130 ഡിവൈഡഡ് ബൈ 1000. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, 3 ഡെസിമൽ പ്ലേസസ് ആണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ 1, 2 and 3. അപ്പൊ എവിടെ എത്തിയടാ? 5.130 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി അടിപൊളിയായിട്ട് തീർത്തിരിക്കുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മാത്രമല്ല മക്കളെ, നമ്മുടെ വിദ്യാരംഭം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ദീപാവലിയോടനുബന്ധിച്ച് ഈ ഒരു ഓഫർ 22 വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒറ്റ ദിവസം കൂടിയേ ഈ ഒരു ഓഫർ ഉള്ളൂ. അപ്പൊ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നേ മിസ് പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് പീക്ക് ടൈം ആണല്ലേ, നിങ്ങളുടെ എക്സാമിന്റെ ഒരു പീക്ക് ടൈം ആണ്. കാരണം ഇനി വരാനുള്ളത് ആനുവൽ എക്സാമും അതിനിടയിൽ ക്രിസ്മസ് എക്സാം ആണ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഇപ്പതാ ഈ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ച് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സൂപ്പറായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്നേ ഉള്ളൂ. ഓണം എക്സാമിന് പറ്റിയ തെറ്റുകളൊന്നും ക്രിസ്മസ് എക്സാമിന് പറ്റാതെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് സെറ്റായിട്ട് നമുക്ക് ഈ ഒരു ബാച്ചിൽ വെച്ച് കാണാം. സോ യെസ്, ടാറ്റാ, ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.